morning. Welcome to 90 Plus, India's first animated live tuition. Hello. എവിടെ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ? എന്താണ് സർ ഇവിടെ നമ്മുടെ ട്രൈബിലുള്ള കുട്ടികളുടെ പേരൊക്കെ ഒന്ന് വിളിച്ചേ. ചരൺ, ഹൈഫ, ഹൈഫയാണ് അല്ലേ? ഓ സോറി, ഹൈഫ, വിവേക്, അത്രേ ഉള്ളൂ. ചരൺ, ഹൈഫ, വിവേക്. എടാ ക്ലാസ്സിൽ കയറുമ്പോ വീഡിയോ ഓൺ ചെയ്തിരിക്കണോ കേട്ടാ അല്ലെങ്കിൽ മിസ് പണങ്ങുവേ. ഈ ചെറുപ്പത്തിനകത്ത് പുറത്തോട്ടിടാൻ പറ്റും. അതിന്റെ മുകളിലേക്ക് കിട്ടോ. എടാ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ എല്ലാവരും? ചായ കുടിച്ചാ? പാപ്പം കഴിച്ചാ? എന്ത് പാപ്പാ കഴിച്ചേ? ഡെലിക്കേറ്റഡാ ശ്രീയ? ഡെലിക്കേറ്റഡ് അല്ലടാ, ബിലേറ്റഡ്. അങ്ങനെയാണോ കേട്ടോ പറയാൻ. യെസ്, ഹലോ. യെസ്, മിസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ശരിയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച മിസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ കുറെ പേര് വിഷ് ചെയ്യുന്ന അന്ന് ചെയ്തു എന്ന് പറഞ്ഞു. ആരാ മിസ്സിന്റെ അടുത്ത് വന്ന് പറഞ്ഞേ? മിസ്സിനെ കുറെ പേര് വിഷസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴും കുറെ പേര് ബിലേറ്റഡ് വിഷസ് അടിക്കുന്നു. താങ്ക് യു കേട്ടാ. ചെലവ് വേണ്ടേ? ചെലവ് വേണോ? ബർത്ത്ഡേയുടെ ചെലവ് വേണോ? ഓക്കെ, അപ്പോ ചെലവ് പ്രമാണിച്ച് എന്താ വേണ്ടേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് തരാനായിട്ട് മിസ്സിന് പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ, അൽഫാം മന്തി എന്നൊക്കെ. ഞാൻ എങ്ങനെയാണോ അൽഫാം മന്തി കൊണ്ട് അങ്ങോട്ട് വരിക? മന്തിയേ ബെസ്റ്റ്. അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടു തരണമെന്ന് മിസ്സിന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അറിയാലോ കൊണ്ടുവരാൻ പറ്റില്ലാന്ന് അറിയാലോ. അപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മിസ് ഒന്ന് ചെയ്യാം. നിങ്ങൾ എന്താണോ പറയുന്നേ അത് മിസ് ചെയ്യും. എന്താ വേണ്ടേ? സർപ്രൈസ് വീഡിയോ. ഡാൻസാ? മിസ് പ്രഗ്നന്റാ, ബേബി ഉണ്ട്, 5 മാസായി. അപ്പൊ അങ്ങനെയാ ഈ വയറ് വെച്ച് ഡാൻസ് കളിക്കുക. ഗെയിംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. യെസ്, അതൊരു നല്ല ഐഡിയ ആണ്. ഫൺ ടൈം വേണം. ഓക്കെ, ഫൺ ടൈം മതിയോ? ക്ലാസ് എടുക്കണ്ടെന്നോ? അത് മറ്റേ ആ പരിപ്പ് ഈ കാലത്തിൽ വേവൂല കേട്ടാ, നമ്മുടെ പുളിസു. അത് നടപടി ആവൂല. ക്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയും ശരിയാവുക? നമുക്ക് 4 ചാപ്റ്റർ തീർക്കണ്ടേ? അപ്പൊ ആ പരിപാടി പറ്റില്ല. ടിൽ 7 o'clock. എടാ സമയത്തിന് വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞോടും. സമയത്തിന്റെ പേരും ക്ലാസിന്റെ കാര്യമൊന്നും വിട്. പിന്നെ കുസൃതി ക്വസ്റ്റ്യൻസ്. ബേബിക്ക് പേരിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പാട്ട് പാടണോ? പരിഗണിക്കാം. എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താന്ന് നോക്കാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഫൺ ടൈം വേണമെന്ന് പറഞ്ഞു. ഗെയിംസ് ആണ് മിസ് ഉദ്ദേശിക്കുന്നത്. ഗെയിംസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫൺ ടൈം. ഓക്കെ, അപ്പൊ ഫൺ ടൈം വേണമെന്ന് പറഞ്ഞു ചിലര്. പിന്നെ കുട്ടീനെ ക്ലാസ്സിൽ കൊണ്ടുവരാനോ? കുട്ടീനെ ക്ലാസ്സിൽ ഒരു ദിവസം കൊണ്ട് കാണിക്കാം. മിസ് എന്തായാലും പോകുന്നതിന് മുന്നേ മിസ്സിന്റെ കൊച്ചിനെ കൊണ്ട് കാണിച്ചു തരാം കേട്ടാ. പോയിട്ട് വന്നിട്ട് അടുത്ത 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ കയറുമ്പോ വാവേനെ കൊണ്ടുവരാം കേട്ടോ മിസ്. അടുത്ത വാവേനെ കേട്ടാ. അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട്. ആദ്യത്തെ വാവേനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നല്ലോ. അന്ന് ഞാൻ 9നും +2നും 10നും ആണ് എടുത്തോണ്ടിരുന്നായിരുന്നേ. എന്നിട്ട് അവര് പിന്നത്തെ ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ അവരെ കൊണ്ട് കാണിച്ചു കൊടുത്തു വാവേനെ. അതേപോലെ അടുത്ത വാവേനെ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം കേട്ടാ. ഗെയിംസ് മതി. മ്യൂസിക്കാ? പാട്ട് പാടണം. അത് ഓക്കെ. അപ്പൊ ഗെയിംസും പാട്ടുമാണ് നിൽക്കണേ. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വേണ്ടേ? ഏതാണ് വേണ്ടതെന്ന് നോക്കട്ടെ. ഏറ്റവും കൂടുതൽ ഗെയിംസ്. ഓക്കെ, അപ്പൊ ഗെയിംസ് വേണമെന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇന്ന് ഗെയിംസ് വേണം എന്ന് പറയുന്നവര് ഹാൻഡ് റൈസ് ചെയ്യാ. ഗെയിംസ്, അതായത് ഫൺ ടൈം വേണം എന്നുള്ളവര്. യെസ്, അപ്പൊ അതാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് ഫൺ ടൈം തരുന്നതായിരിക്കും. സന്തോഷമായോ? യേ, ഇന്ന് സന്തോഷിക്കാം അങ്ങോട്ട്.
ആ എന്താണ് ഈ പിള്ളേര് ഫൺ ടൈം അങ്ങനെ. അത് വേണ്ട. ഫൺ ടൈം തരാന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യണം. യെസ്, ഞങ്ങൾ നേടിയെടുത്തു, ഫൺ ടൈം കിട്ടും അല്ലേ. യെസ്, ബേബി വന്നാൽ അരിക്കണേന്റെ മൂത്ത മോനൊരു അരിയായി. അത് തന്നെ. യെസ്, അപ്പോ ഫൺ ടൈം തരാം കേട്ടാ. ഫൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ അങ്ങനത്തെ പോരെ, പിന്നെ ഒരു ടങ് ട്വിസ്റ്റർ, അങ്ങനത്തെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പോ ഫൺ ടൈം തരാം. മിസ് കുറച്ചു നേരമല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ കിട്ടുള്ളൂ. ആ കുറച്ചു നേരം മിസ് പഠിപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? എന്തായിരിക്കും മിസ് ഉദ്ദേശിക്കേണ്ടാവുക? പറ 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 എന്തായിരിക്കും മിസ് ഉദ്ദേശിക്കേണ്ടാവുക? കുറച്ചേ പഠിപ്പിക്കുള്ളൂ. ആ പഠിപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? എന്ത് വേണം? പഠിക്കണം, ശ്രദ്ധിക്കണം. പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനിപ്പോ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. മിസ് പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കണം, വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കണം. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറ. ഓക്കെ ഓക്കെ ആണോ? അത് ശരി. ഫൺ ടൈം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു സന്തോഷം? അതേപോലെ തന്നെ പറ. കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യുള്ളൂ, അത് ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടിരിക്കില്ലേ? യെസ്. 90+ എവിടെയാ, ഏത് സ്ഥലത്താണ്? ഭൂമിപ്പുറത്താണ്. ഇപ്പൊ അവിടുന്ന് തൃശ്ശൂരാണ് കേട്ടാ. തൃശ്ശൂരാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഉള്ളത്. പല സ്ഥലങ്ങളിലുമുണ്ട്. ബാംഗ്ലൂരുണ്ട്. യെസ്, അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് നമ്മുടെ ബർത്ത്ഡേയോട് പ്രമാണിച്ച് കുറച്ച് തുമ്പികളും പൂക്കളും പുഴുക്കളും കീടാണുക്കളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ധന, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രാക്ഷൻസിന്റെ ഡെസിമൽ ഫോമിലേക്ക് ആക്കുകയാണ്. എന്താ ചെയ്യാൻ പോണേ? ഫ്രാക്ഷൻസിന്. ശ്രദ്ധിച്ച് കേൾക്കണ്ടോ എല്ലാവരും? ജോയൽ ജോഷുവ കൂടാതെ ഒരാളും കൂടി ഉണ്ടല്ലോ. അതാരാ? ആരാത്? ആ, 2 പേർക്കല്ലേ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരുന്നത് ശരിയാണോ? നീ പറ. അനിയനാണോ? സ്വന്തം വീട്ടിലെയാ? അനിയന അതിന് പറ്റൂല. നമ്മുടെ കുളിസോ അവൻ അങ്ങനെ അത്ര നേരത്തെ 7ാം ക്ലാസ് പഠിച്ചിരിക്കണ്ട കേട്ടാ. യെസ്, അപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം, ഇത് ആരും എഴുതിയെടുക്കല്ല കേട്ടാ. ആരും എഴുതിയെടുക്കണ്ടാന്ന്. എഴുതിയെടുക്കണ്ടാന്ന്. ഏത് മാത്സ് ടീച്ചറാണോ ഇങ്ങനെ പറയാ എഴുതിയെടുക്കണ്ടാന്ന്? പല ടീച്ചർമാരും പറയോ അത് എഴുതുന്നല്ലേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പൊ ഇത് എഴുതിയെടുക്കണ്ട, ക്വസ്റ്റ്യൻ എഴുതണ്ട. വെയിറ്റ്, ഞാൻ പറയട്ടെ എന്നിട്ട് എഴുതാം കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും കൈ താഴെ ഇട്ടോ. കുറെ നേരം കൈ പൊക്കി പിടിക്കുമ്പോൾ വേദന എടുക്കും. ലോവർ ഹാൻഡ് ചെയ്യോ. എന്തിപ്പാ കൈ താഴണില്ലേ? വേദ തന്നെയല്ലേ? കണ്ണു പിടിക്കണില്ല, വയസ്സായി തുടങ്ങിയേ. കൈ താഴെ ഇടോ. തനീഷ വാവേനൊക്കെ മാറ്റി നിർത്തിയിട്ട് കൈ താഴെ ഇടോ. ജോയൽ ജോഷുവ, ഇനി ഞാൻ പേര് വിളിക്കാൻ വേണ്ടിട്ടാണോ എല്ലാരും കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? വിളിക്കാൻ അർജുനെ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണെന്ന് അറിയാലോ. ഇതല്ലല്ലോ ലിഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻസിനെല്ലാം നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പോവാ. അപ്പോ വേറൊരു കാര്യം, നമ്മൾ ഇത്രയും നാളും ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയ പോലെയല്ല ഈ തരത്തിലുള്ള ചോദ്യങ്ങളെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യങ്ങൾക്ക് എന്താ മുന്നത്തെ ചോദ്യങ്ങളെ വെച്ച് വ്യത്യാസം? ഈ ചോദ്യങ്ങളെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് എളുപ്പമാണ്. എന്താ എളുപ്പമാണ്? എളുപ്പമുള്ളതൊക്കെ ചെയ്യാൻ ഇഷ്ടല്ലേ? എളുപ്പമുള്ള കണക്കല്ലേ ചെയ്യാൻ ഇഷ്ടം? എന്നാ ഇത് എളുപ്പമുള്ള കണക്കുകളാണ് കേട്ടാ. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാലോ. മിസ് ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി പറയാൻ പോവാണേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോട്ടാ. നമുക്ക് 13/10 ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ എളുപ്പമാണോ? 13/10 ആവോന്ന് ആരത്? ഹൈഫയാണ് ഹൈഫ പറയാ ആവോ. എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാനിന്ന് കയറി വന്നിട്ടല്ലേ ഉള്ളൂ അല്ലെ. യെസ്, 13/10. അതായത് അടിയിൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ
10, 100, 200, 1000, 10000 ഇങ്ങനത്തെ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ എളുപ്പമാണ് കേട്ടാ. എന്ത് ചെയ്താൽ മതി, താഴെ ഒരു 0 ഉള്ളൂ, അപ്പൊ നമ്മുടെ ഉത്തരത്തിനകത്ത് 1.3, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരും. ഇത് മനസ്സിലായോ പറഞ്ഞത്? ഇനി 132നെ ഞാൻ 100 വെച്ച് ഹരിക്കാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, ഇതിന് നമുക്ക് 1.32 എഴുതാം. ഇവിടെ 2 0 ആയതുകൊണ്ട് ഉത്തരത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. മനസ്സിലായോ? ഓക്കെ. ഇനി 432 ഡിവൈഡഡ് ബൈ 1000 ഇതെന്ത് വരും, താഴെ 3 0 ആയതുകൊണ്ട് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം. അപ്പൊ 0.432 ഇങ്ങനെ വരും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ആണോ? ഒന്ന് തലാട്ടടാ, എന്താണ് ഒരു സന്തോഷമില്ലാത്ത അല്ലേ? അടിയിൽ 10 വരുന്നതും 100 വരുന്നതും 1000 വരുന്നതും 10000 വരുന്നതും എത്ര 0 വരുന്നതാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? ആണ്. ഇനി വേറൊരു ട്വിസ്റ്റ് ആണ് പറയാൻ പോകുന്നത് കേട്ടാ. നമുക്ക് ഈ 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ നമുക്ക് 10 കിട്ടുക? 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ 10 കിട്ടുക? 5 മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടുക. അതായത് ഒരു 2ഉം ഒരു 5ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ? ആണ്. ഇനി ഒരു 2ഉം ഒരു 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആണ്. വീണ്ടും ഒരു 2ഉം വീണ്ടും ഒരു 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു 10 കിട്ടും. ഇല്ലേ? 2ഉം 5ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. വീണ്ടും ഈ 2ഉം 5ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. 10ഉം 10ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 100 കിട്ടും അല്ലേ? അതറിയില്ലേ? 10 × 10 10 × 10 100 ആണ്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ മിസ് പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഒരു 2ഉം ഒരു 5ഉം മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കത് 10 ആണ്. 2 2ഉം 2 5ഉം മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് 100 ആണ്. എഴുതാൻ വരട്ടെ, പറഞ്ഞുതരാം കേട്ടോ. 3 2ഉം 3 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 1000 ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു 2 ഒരു 5 വന്നാൽ തന്നെ 10 വന്നു. വീണ്ടും ഒരു 2 ഒരു 5 കൂടി വരുമ്പോൾ 10, വീണ്ടും ഒരു 2 5 കൂടി വരുമ്പോൾ 10. അങ്ങനെ 3 പ്രാവശ്യം 10 വന്നാല് എന്ത് വരും? 1000. ക്ലിയർ ആണോ പറഞ്ഞത്? മിസ് പറഞ്ഞത് മനസ്സിലായോ? അപ്പോ നമുക്ക് 2നെ ഇപ്പൊ ഒരു 2 മാത്രമേ ഉള്ളൂ, അതിനെ 10 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 വെച്ച് ഗുണിച്ചാൽ മതി. മനസ്സിലായോ? ഒരു 5 മാത്രമേ ഉള്ളൂ, അതിനെ 10 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന് 2 വെച്ച് ഗുണിച്ചാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? യെസ്. അതുപോലെ തന്നെ നമുക്ക് എത്ര 2 ഉണ്ടോ അത്രയും തന്നെ 5കൾ വേണം. എത്ര 2 ഉണ്ടോ അത്രയും തന്നെ 5കളും വേണം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുത്തോ കേട്ടോ. ഈ സൈഡിൽ എഴുതിയെടുത്തോളൂ. ഇവിടെ തൊട്ട് 2 × 5 10, 2 × 5 × 2 × 5 അതിന് ഇങ്ങനെ നമുക്ക് 100 കിട്ടിയെന്നാണ് മിസ് ഇവിടെ എഴുതിയേക്കുന്നത്. 10 × 10 100. ഈ സെയിം സാധനം തന്നെയാണ് താഴെ എഴുതിയേക്കുന്നത്. ഇത് എഴുതിയില്ലെങ്കിലും പിന്നെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 1000ന്റെ കൂടെ എഴുതിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആണ് ഞാൻ ഒന്ന് എഴുതി തരാം. 2 × 5 എന്ന് പറയുന്നത് 10, 2 × 2 × 5 × 5 എന്ന് പറയുന്നത് 100. 3 പ്രാവശ്യം 2 വന്നിട്ട് 3 പ്രാവശ്യം 5 വരുന്നത് 1000. അതുപോലെ അങ്ങനെ പോകും. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര 2 ഉണ്ടോ അത്രയും തന്നെ എന്ത് വേണം? 5 വേണം. അത് 10ഓ 100ഓ 1000ഓ ഒക്കെ ആവാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ 2ന്റെ അത്രയും തന്നെ 5ഉം കൂടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ ആ ഹാൻഡ് റൈസ് ആയിരിക്കുന്നു, വേഗം വേഗം വിളിച്ചു. എന്താണ് ആൽവിനെ? ഇപ്പൊ നിങ്ങക്ക് 200ന്റെ ഒന്നും പഠിക്കാനില്ല.
200ന്റെ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. ആ വരും, അതിപ്പോഴല്ല, 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. താങ്ക് യു. അമേയ ശരി ശരി പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ആളോട് എന്താണ് അനസേ? അതല്ല ടീച്ചറെ, 1000 വരുമ്പോ 2 പൂജ്യം എഴുതിട്ടൊരു പോയിന്റ് ഇട്ടിട്ടല്ലേ 43 2 എഴുതിയ 2 പൂജ്യം വരില്ലേ? നീ ഏത് ചോദ്യത്തിന്റെ കാര്യം പറയണേ? 432/1000 അല്ലേ? ആ ഇവിടെ താഴെ 3 പൂജ്യം അല്ലേ? എന്തിനു 2 പൂജ്യം ഇടണേ? പോയിന്റ് കിടക്കുന്നത് ഇവിടെയല്ലേ? നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ അല്ലേ വേണ്ടത്? അത് 3 ഇവിടെ ഇല്ലേ? ഇവിടെ പോയിന്റ് ഇടാ, എന്നിട്ട് ഫ്രണ്ടിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക. ആണോ? ആ നീയാണല്ലേ ആള്. ഹാപ്പി ബർത്ത്ഡേടാ. ആ അതന്നെ ശരി ശരി. യെസ്, അപ്പൊ കൊറേ പേര് മിസ്സിന് വിഷസ് അയക്കുന്നുണ്ട്. താങ്ക് യു അനോമിക. പിന്നെ ആരായിരുന്നു? ത്വീബ്. ആ ആൽഫ ആൻഡ് ആഗ്നസ്. ഓക്കെ താങ്ക് യു. ലേറ്റ് ആയിട്ട് കയറിയല്ലേ? ആ താങ്ക് യു അനുഷ്ക. നന്ദകിഷോരാ എന്താടാ? 7ആ? ഒന്നും കേൾക്കുന്നില്ല. നീ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. അതാരാ? നന്ദകിഷോർ അല്ലേ? നന്ദകിഷോറേ സർ, അത് പിള്ളേര് കാണാണ്ടിരിക്കാൻ പറ്റില്ലേ? ഓക്കെ, ബാക്കിയുള്ളവരെ ഞാൻ വിളിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം എല്ലാവരും വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി, ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. ഇത് മിസ് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടാ. നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. തന്നേക്കുന്ന ഈ ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുക. അപ്പൊ താഴെ വന്നേക്കുന്നത് 3/5 ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം. താഴെ വന്നേക്കുന്ന നമ്പർ 5 ആണ്. ഇത് എഴുതല്ലേ കേട്ടാ, പറയണ ശ്രദ്ധിച്ചേ. താഴെ വന്നേക്കുന്ന നമ്പർ 5 ആണ്. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത, ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നത് 5ഓ അല്ലെങ്കിൽ 2ഓ അല്ലെങ്കിൽ 5ഉം 2ഓ. അതായത് ഒന്നിലേക്ക് 5 ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ 5ഉം ചിലപ്പോൾ 2ഉം ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്ററിൽ അതായത് ഈ താഴെ വന്നേക്കുന്നതില് 5 മാത്രമേ ഉള്ളൂ എങ്കിൽ 2ഉം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. കേട്ടാ? ശ്രദ്ധിച്ചേ, ഇങ്ങ് നോക്കി മക്കളെ. 5 മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ 2 ഇട്ട് കൊടുക്കണം. 2 മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ 5 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഈ ചോദ്യത്തിനകത്ത് നമുക്ക് ഡിനോമിനേറ്ററിനകത്ത് 5 മാത്രമേ ഉള്ളൂ അല്ലെ? 5 മാത്രമേ ഉള്ളൂ, ഒറ്റ 5 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 ഉള്ളെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? എത്ര 2 ഉണ്ടോ അത്രയും തന്നെ 5 വേണം, എത്ര 5 ഉണ്ടോ അത്രയും തന്നെ 2 വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 2 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? എഴുതരുത്,
എഴുതരുത് എന്ന് ഞാൻ പറഞ്ഞ എഴുതരുത്. പറയുന്നത് ശ്രദ്ധിക്ക്. നമ്മുടെ ചോദ്യം 3/5 ആയിരുന്നു. ഇതിനകത്ത് ഡിനോമിനേറ്ററിനകത്ത് 5 ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ 2 ഇട്ട് കൊടുക്കണം. 2 ആണ് ഉള്ളത് എങ്കിൽ 5 ഇട്ട് കൊടുക്കണം. കേട്ടാ? അപ്പൊ 5ഉം 2ഉം എന്താണ്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചോ. 5ഉം 2ഉം ഇവിടെ എന്താണ്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എത്ര 5 ഉണ്ടോ അത്രയും തന്നെ എന്ത് വേണം? 2 വേണം. അപ്പൊ ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 ഇട്ട് കൊടുത്തു. കേട്ടാ? ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോ 5ന്റെ കൂടെ വന്ന ആളാണ് 3. അപ്പൊ 3ക്ക് വിഷമായി. എന്ത്? എന്റെ ഫ്രണ്ട് 5 വേറൊരു ഫ്രണ്ട് കിട്ടി അല്ലെ? എന്റെ ഫ്രണ്ട് 3ന്റെ ഫ്രണ്ട് ആയിരുന്നു 5. ഈ 5ന്റെ കൂടെ വേറെ ആര് വന്നു? 2 എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വന്നു. അപ്പൊ 3ക്ക് വിഷമായി. എന്ത്? അങ്ങനെ 5 മാത്രം എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഡിപ്രഷനും സെന്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു? ഈ 2 എന്ന് പറഞ്ഞു, 3യെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെയും കൂടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു മുകളിൽ കയറി. അപ്പൊ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ എന്ത് ഇട്ട് കൊടുക്കുന്നോ അത് തന്നെ മുകളിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മുകളിലത്തെ ആൾക്ക് വിഷമാവും. കേട്ടാ? താഴെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്പർ അങ്ങനെ തന്നെ മുകളിലും ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മളിപ്പോ എന്തുണ്ടായത്? ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. നമ്മുടെ ചോദ്യം 3/5 ആയിരുന്നു. താഴെ 5 ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായ 5ന് കൂട്ടായിട്ട് ആര് വന്നു? 5ന്റെ ബെസ്റ്റി 2 വന്നു. കേട്ടാ? 5 എത്ര 5 ഉണ്ടോ അത്ര തന്നെ 2 വേണം. 2 ഇവിടെ വന്നു കഴിഞ്ഞപ്പം 3ക്ക് വിഷമായി. എന്തോ ചെയ്തു? അപ്പൊ നമ്മള് ആ 2നെ 3ക്കും കൂടെ കൊടുത്തു. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 × 2 എന്താ മക്കളെ? 3 × 2 എന്താ? അറിയില്ല അല്ലേ? 3 × 2 എന്താ? 6. 6 ബൈ 5 × 2 എന്താ? 10. 6/10 എന്ന് വന്നില്ലേ? 6/10 എന്ന് വന്നില്ലേ? ഇനി നമുക്കറിയാലോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. താഴെ 10 ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വേണം. അപ്പൊ 0.6. സോ സിമ്പിൾ അല്ലേ? ലുക്കിംഗ് ലൈക്ക് എ വാവ്. അങ്ങനെ എന്തോ ഇല്ലേ? എന്തുവായിരുന്നു സാർ അത്? ഇതൊന്ന് കൂട്ടിട്ടോട്ടാ. എന്തോ പറയാ? സോ എലഗന്റ് എന്തോ അങ്ങനെ എന്തോ ഇല്ലേ? ഇനി ഹാൻഡ് റൈസേഴ്സ് ഒന്ന് വിളിച്ചു സാർ. സാറിന് അറിയില്ല. ഐ കാൺ ഹിയർ ദ സൗണ്ട്. എന്താണ് ശ്രീലക്ഷ്മി? ഓ ഇതിന് ശേഷം 2/3 എന്ന് പറഞ്ഞുതരോ? 2/3 എങ്ങനെ ചെയ്യണ്ടേ? പറഞ്ഞു തരില്ല. പറഞ്ഞു തരില്ല. അടുത്ത ആളെ വിളിച്ചേ. എന്താണ് ആൽവിനെ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോടാ. കേട്ടാ കേട്ടാ? യെസ്. ഞാനേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളിപ്പോ എടുക്കുന്ന ടോപ്പിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡിനോമിനേറ്ററിൽ 5ഉം 2ഉം മാത്രമേ വരുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതുള്ളൂ. കേട്ടാ? ഡിനോമിനേറ്ററിൽ 5ഉം 2ഉം മാത്രമേ വരുള്ളൂ. അതിന്റെ ഇടയിൽ പുറത്തുനിന്ന് മിസ്സിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചോദ്യം 2/3 അതിന്റെ ആവശ്യമുണ്ടോ? 2/3 ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? താഴെ 5ഉം 2ഉം വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ടെക്സ്റ്റിനകത്തുള്ളൂ. തൽക്കാലം ആവശ്യമുള്ളത് പഠിക്കൂ കേട്ടാ. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് പഠിക്കാം. പോരെ? പോരെ? യെസ്. അപ്പോ അടുത്തത്. അപ്പൊ നമ്മളിപ്പോ 3/5 എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി അടുത്തത് 4/5. ഇതേപോലെ തന്നെ നോക്കിയോട്ടെ മക്കളെ. 4/5 ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എവിടോട്ട് ഉറ്റു നോക്കണം? ഡിനോമിനേറ്ററിൽ എന്താണ് കിടക്കുന്നത് നോക്കാം. ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? 5 മാത്രമേ ഉള്ളൂ അല്ലെ? 5 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരെ കൂടെ കൊടുക്കണം? ഒരു 2നെ. ഒരു 5 ഉള്ളൂ. അപ്പൊ ഒരു 2നെ കൊടുക്കണം. അപ്പൊ ഇവിടെ ഞാൻ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ താഴെ 2 കൊടുക്കുമ്പോൾ മുകളിലും 2 കൊടുക്കണം. അപ്പൊ എന്ത് വരും? 4 × 2 8, 5 × 2 10. അപ്പൊ എന്ത് വരും? 0.8. എളുപ്പല്ലേ? എളുപ്പല്ലേ? യെസ്.
സ്കൂളിൽ നിന്ന് തന്നത് ഹോംവർക്ക് ആയിട്ട് തന്നതല്ലേ? തന്നതാണെങ്കിൽ അല്ല, പിന്നെ എന്തിനാ സ്കൂളിൽ നിന്ന് തന്നേ? ഒന്ന് ശ്രീലക്ഷ്മി അൺമ്യൂട്ട് ചെയ്തേ സർ. പറ ശ്രീലക്ഷ്മി, സ്കൂളിൽ നിന്ന് വെറുതെ എന്തിനാ തന്നത്? എക്സാമിന് ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാം ഉണ്ടായിരുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ തന്നെ, അത് ആൻസർ ചോദിച്ച. അതെ, എനിക്കറിയാം നിങ്ങളുടെ ടെസ്റ്റിനകത്ത് എങ്ങനത്തെ ചോദ്യങ്ങളുള്ളതെന്ന്. നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ടുള്ളതെന്നുള്ളത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ എടുക്കണമെങ്കിൽ അതിനകത്ത് 2/3 എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ ഡെസിമൽ കാണാൻ നിങ്ങൾക്ക് ഇല്ല. ഉണ്ടോ? അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ? ഇപ്പൊ അതേ നോക്കിയേ, ഇതിനകത്ത് ഇത്രയും സ്ലൈഡ്സ് നമ്മൾ ചെയ്തു, അത് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നമ്മൾ പഠിച്ചേക്കുന്നത് 2 ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് 2 റിയൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡെസിമൽ പോയിന്റ് കാണാൻ നിങ്ങൾ ഈ വർഷം പഠിപ്പിക്കുന്നില്ല. ടീച്ചറിനോട് തന്നെ ചോദിച്ചു നോക്കൂ കേട്ടാ. എനിക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോ. ടീച്ചറിനോട് തന്നെ ചോദിച്ചു നോക്കുക എങ്ങനെയാണ് 2/3 കണ്ടുപിടിക്കാന്ന്. ഓക്കെ, അപ്പൊ 4/5 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതിന്റെ എങ്ങനെ നമ്മൾ ചെയ്യാന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു. അടുത്തത് 1/20. അടുത്തതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. നമ്മുടെ ചോദ്യം എന്താണ്? 1/20. കേട്ടാ, 1/20. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ, ആദ്യത്തെ 2 ചോദ്യം ഒരേപോലെ ആയിരുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. താഴെ 20 വന്നിട്ടുള്ളത് അല്ലെ, 20 വന്നിട്ടുള്ളത്. നോക്കിയേ, അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നമുക്ക് 2-ന്റെയും 5-ന്റെയും പേരിലേക്ക് മാറ്റണം. 2-ന്റെയും 5-ന്റെയും പേരിലേക്ക് മാറ്റണം. എഴുതരുത് കേട്ടാ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തറിയണം, ഈ 20-നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുമോ? ഇല്ല അല്ലെ, കാരണം 10-നേക്കാളും വലിയ നമ്പറാണ് 20. അപ്പൊ 2 ഇൻറ്റു ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടില്ല. പക്ഷേ 2 ഇൻറ്റു അല്ല, 20 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടില്ലേ? 20 ഇൻറ്റു 5 100 ആണ്. അപ്പൊ എന്റെ മക്കൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 10 ആണ്. പിന്നെ 20 ഇൻറ്റു 5 100 ആണ്. 20 ഇൻറ്റു 5 100 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ 100 ആക്കണം. ഈ 20-നെ 100 ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാ? താഴെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ, മോളിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. കാര്യം മനസ്സിലായി? ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഏത്? 2 ഇൻറ്റു 5 10, 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ അതുപോലെ തന്നെ 20 ഇൻറ്റു 5 എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇപ്പൊ മിസ് സൈഡിൽ എഴുതുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് എങ്കിലും ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്തായാലും പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഈ 20-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 100 കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 20-ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ സെയിം മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1-ന്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1 ഇൻറ്റു 5 എന്താണോ മക്കളെ? 1 ഇൻറ്റു 5 എന്താ? 1 ഇൻറ്റു 5 എന്താ? 5 തന്നെ അല്ലെ? 5. താഴെയോ? 20 ഇൻറ്റു 5 എന്താ? 100. ഓക്കെ, അപ്പൊ നമുക്ക് 5/100 എന്ന് വന്നു അല്ലെ. 5/100 വന്നു കഴിഞ്ഞാല് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമ്പർ വേണം? ഇവിടെ 2 0 അല്ലേ, അപ്പൊ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ വേണം? 2 നമ്പർ വേണം. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, 5 ഇട്ടു. പക്ഷെ 2 നമ്പർ വേണ്ടതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു 0.0 കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേണം എഴുതാനായിട്ട് കേട്ടോ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക കേട്ടോ. 0.05. സർ ആ ചാറ്റ് ബോക്സ് നോക്കിയേ, റൈറ്റ് സൈഡില് എന്താണ് കുട്ടി പറഞ്ഞത്? മിസ് ഞാൻ പറഞ്ഞത് മിസ്സിന്റെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5
ആണ് ഞാൻ ചോദിച്ചത്. മിസ് വിളിക്ക് വൈഫൈ പോയത്. ആ നന്ദകിഷോറേ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. മിസ് പറഞ്ഞത് 2 × 2 × 2 × 5 × 5 × 5 3 പ്രാവശ്യം 2 3 പ്രാവശ്യം 5 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഇത് എഴുതി കഴിഞ്ഞ എല്ലാവരും. അടുത്ത ചോദ്യം 7/8. 7/8. 7/8. ഇവിടെ നമുക്ക് 8ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 8നെ നമുക്ക് 10ഓ 100ഓ 1000ഓ ഒക്കെ ആക്കണം. അപ്പൊ 8 × എന്തെങ്കിലും ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? 10 കിട്ടില്ല. 8 × 1 8 ആണ്. 8 × 2 16 ആണ്. അപ്പൊ നമുക്ക് 10 കിട്ടില്ല. 100 കിട്ടോ? 100ഉം കിട്ടില്ല കേട്ടാ. 8 × സംതിങ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1000 ആക്കാൻ നോക്കാം. അപ്പൊ 8 × 125. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. 8 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ എന്താണ്? 125 ആണ് കേട്ടാ. താഴെ 8 വന്നാല് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ 125. അപ്പൊ 120. 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 1000 ആവും. അപ്പൊ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. താഴെ 5 ആണ് വന്നേക്കുന്നുണ്ടെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ആണ് വന്നേക്കുന്നുണ്ടെങ്കിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 20 ആണ് വന്നേക്കുന്നുണ്ടെങ്കിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 5നെ നമുക്ക് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടാ. 25 ആണെങ്കിൽ അതിന് നമുക്ക് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 4 100. 25 ആണ് വന്നേക്കുന്നുണ്ടെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് 8 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ തിരിച്ച് 125 വരുവാണെങ്കിൽ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓഫ് ഡീശോയെ. ഇപ്പൊ മിസ് പറഞ്ഞ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. താഴെയും 125 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും? 7 × 125 മുകളില് 7 × 125 ചെയ്യുമ്പോൾ മുകളിൽ എന്ത് വരും? അതായത് മിസ് പറഞ്ഞായിരുന്നല്ലോ 8 ആണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് മുകളിലും 125 വന്നത്. 7 × 125 എന്ന് പറയുന്നത് 875 ആണ്. താഴെ 1000. 8 × 125 1000. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം കേട്ടാ. അപ്പൊ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? 1 2 3 0.875. എന്ത് എല്ലാവർക്കും മടുത്താ? ആ ഇത് വേഗം എഴുതിയെടുത്തേ. എന്നിട്ട് നമുക്ക് ഗെയിമിലോട്ട് പോവാം. എന്നിട്ട് പിന്നെ വീണ്ടും ചോദ്യം ചെയ്യാം. സന്തോഷായില്ലേ? ഓക്കെ. ഇത് കഴിഞ്ഞോ? യെസ്. ദെൻ ഫൺ ടൈം. ഹാപ്പി ഓർ എന്ന് വെച്ചാൽ 1 മണിക്കൂറൊന്നും ഹാപ്പി ആയിട്ട് കിട്ടില്ല കേട്ടാ. ഓക്കെ. അപ്പൊ മിസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടാ. നിങ്ങള് അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചാറ്റ് ബോക്സിനകത്ത് ഇടണം. ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറയണ ആളെ മിസ് വിളിക്കും. സെറ്റ് അല്ലേ? മിസ്സിന് എന്നെ ഇഷ്ടമാണോന്നാ? അതെന്താ തനീഷ് അങ്ങനെ ഒരു ടോക്ക്? എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ മക്കളെയും എന്റെ മക്കളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടം കേട്ടാ. അത് എല്ലാ ടീച്ചർമാരും പറയുന്ന ക്ലീഷേ ഡയലോഗ് കേട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ആരോടും മിസ്സിന് ദേഷ്യമില്ല. എന്തപ്പോ അങ്ങനെ ഒരു ടോക്ക്? അഫാൻ
അഫാനെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത അഫാനെ. ഇന്ന് സ്റ്റേ ബാക്ക് നെയിംസ് ഉണ്ടോന്നും ചോദിച്ച് കെട്ടക്കപ്പൊറുതിയില്ലേ അവനെ കൊണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? സാധാരണ സ്റ്റേ ബാക്ക് നെയിംസ് ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നീ നിക്കണോ ട്ടാ. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഗെയിം തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് തന്നെ നാണായിട്ട് പാടില്ലേ ചോദിക്കാനായിട്ട്. എന്നാലും അപ്പൊ എന്നാലും നിങ്ങളോട് ചോദിക്കാം. ഹാൻഡ് റൈസസ് ഒന്ന് വിളിച്ച് വേഗം. എന്താണ് ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നത്? ഇപ്പൊ ഉള്ളവരൊക്കെ ഡൗട്ട് ചോദിക്കാനായിരിക്കും അല്ലെ? ആരാണ് പേര്? പിന്നെ താങ്ക് യു. ഇനി ആരും ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്യരുത് കേട്ടോ. അതാരത് എന്തോ. യെസ്, അടുത്ത ആളെ വിളിച്ച്. വിഷ് ചെയ്യാനായിട്ട് ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. ചോദ്യം ഇപ്പൊ കഴിഞ്ഞ ടോപ്പിക്കിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഹാൻഡ് റൈസ് ചെയ്യും. എന്താണ്? 105/60 മിസ് പറഞ്ഞ 2 into 5 ആ രീതിയിൽ എങ്ങനെ ആക്കുക? 60യോ? ഡെസിമൽ 16 ആണോ? 60 ആക്കാൻ പറ്റില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. 10.5 liters of water was used to fill 6 liter. അതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിന് നമുക്ക് 5ന്റെ ടേബിൾ വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പൊ ഇതെന്ന് പറയുന്നത് 5 into 21 താഴെ 5 into 12 ആണ്. പ്രസ്ക കേക്കുണ്ടോ? അപ്പൊ ഈ 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 21/12 എന്ന് വരും. 21 എന്ന് പറയുന്നത് 3 into 7 ആണ്. 12 എന്ന് പറയുന്നത് 3 into 4 ആണ്. വീണ്ടും 7/4 വന്നു. 7നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് 7/4 വന്നു അല്ലെ? 7/4 വന്നില്ലേ? കേക്ക് 7/4 വന്നില്ലേ? മോള് ശ്രദ്ധിക്കണുണ്ടോ ഞാൻ പറയണേ? പിന്നെ നീ ചോദിക്കണേ ഉത്തരം വേണ്ടാത്തെ? 4നെ നമുക്ക് 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താല് 100 ആവില്ലേ? അപ്പൊ മോളിലും 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ 175/100 എന്ന് വരും. 1.75 എന്ന് വരും. ഓക്കെ, അപ്പൊ ആദ്യം ഇനി ഹാൻഡ് റൈസസ് ഒക്കെ എന്തിനാണ്? വിളിച്ചേ. എന്താണ് ഋതു? സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവർക്ക് ഓരോന്ന് പ്രാർത്ഥിക്കാം. അടുത്താണ് ദൈവമേ. ദൈവത്തോർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാട്ടാ. കാണിച്ചുതരാം. അടുത്ത ആൾ വിളിച്ചേ. കാണിച്ചുതരാം. അടുത്ത ആൾ വിളിച്ചേ. കഴിഞ്ഞു. ഓക്കെ തേന ഒരു ക്വസ്റ്റ്യൻ വേഗം ഇതിന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ആരാത്? അമിലക്ക് മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നാണോ പറയണ അമില? സോ സിമ്പിൾ അല്ലേ? അയ്യോ ഇന്നത്തെ ആദ്യം ആൻസർ പറഞ്ഞാരെന്ന് നോക്കി സർ. I am a color but you can eat me. What am I? ആപ്പിളാ ലിഡിയെ? അത് ശരി, അത് നന്നായി. ആപ്പിൾ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടല്ലേ? ഇവിടെ അനുഷ്ക, അപ്പുറത്തോ ആൻഡ്രിറ്റ. സമയം നോക്കി രണ്ടിന്റെയും 7:10. ഓക്കെ, അപ്പൊ അനുഷ്ക ആൻഡ് ആൻഡ്രിറ്റ രണ്ടുപേർക്കും മിസ് ഓരോ മാർക്ക് വെച്ച് അങ്ങ് തരികയാണ്.
അനുഷ്കയും ആൻഡ്രിറ്റിയാണ് ആൻസർ പറയുന്നത്. മിസ് വിളിക്കുന്നില്ല. ഓറഞ്ച് ആണ് കളർ അല്ലെ? ഓറഞ്ച് ആണ് കളറ്. ഓറഞ്ച് കഴിക്കാനും പറ്റും. സോ ഐ എം എ കളർ ബട്ട് യു ക്യാൻ ഈറ്റ് മീ. വാട്ട് ആം ഐ? കഴിക്കാനും പറ്റും, കളറുമാണ്. അതെന്താ സാധനം? ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് ആണ് ആ സാധനം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. അടുത്തൊരു ചോദ്യം പറയട്ടെ. ഷട്ടപ്പടേന്ന്. ഇന്നലെ ബിഗ് ബോസ് കണ്ടോ എല്ലാവരും? കണ്ടാ? ആരും കാണണ്ട കേട്ടോ. ഇല്ല. അത്ര നല്ല അല്ല. കാണണ്ട. ആ സമയത്ത് എന്തെങ്കിലും പഠിക്കാം. ഓക്കെ. അപ്പൊ ഇന്നലെ ഇത് തന്നെയായിരുന്നു അതിനകത്ത് പരിപാടി. നേരാ. വാട്ട് ഹാസ് ടു ബി ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? അതായത് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് പൊട്ടിക്കണം എന്നുള്ള സാധനം എന്താണ്? അതെന്താ സാധനം? വാട്ട് ഹാസ് ടു ബി ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? ഫുഡാ? ഫുഡ് തല്ലി പൊളിച്ചിട്ടാണോ നീ കഴിക്കുക? ചോക്ലേറ്റാ? ക്യാപ്പാ? വെറുതെ കുറെ വാക്കുകൾ പറയാം. സാർ മുകളിലേക്ക് പോയി. ഗുളികയാ? ടാബ്ലറ്റാ? എന്താരാ? വീണ്ടും യെസ്. ഇപ്പുറത്തെ ക്ലാസ്സിൽ ആദർശും ഇപ്പുറത്തെ ക്ലാസ്സിൽ ആൻഡ്രിറ്റും. ഇവർ രണ്ടുപേരും അഗെയിൻ ആൻഡ്രിറ്റ് ഇങ്ങനെ മിസ്സിന്റെ മനസ്സ് വായിച്ച് വല്ല ഇതും അറിയോ? എന്തോ പറയാ, ഹിപ്നോട്ടിസോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? മിസ് ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടിരിക്കാൻ തോന്നുന്നു ആൻഡ്രിറ്റ്. കോക്കനട്ട് അങ്ങനെയും പറയാം. അപ്പൊ ഇതൊക്കെ ആൻഡ്രിറ്റിക്ക് എന്നെ കൊടുക്കാൻ, കാരണം ആൻഡ്രിറ്റാണ് ആദ്യം അയച്ചത് കേട്ടോ. കോക്കനട്ട് പൊട്ടിച്ചാലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? ശരിയാണ്. പിന്നെ നമുക്ക് പാക്കറ്റ് എന്നൊക്കെ ഉത്തരം പറയാം. ജംസ് മിഠായി എന്നല്ല, പാക്കറ്റ് കേട്ടാ. പാക്കറ്റ് പൊട്ടിച്ചാലല്ലേ നമുക്ക് സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയും പറയാം കേട്ടാ. ഓക്കെ, തമാശയല്ലേ, ഫണ്ണായിട്ടെടുക്കൂ. പോട്ടെ. അടുത്തത്. വാട്ട് ഈസ് ഫുൾ ഓഫ് ഹോൾസ് ബട്ട് സ്റ്റിൽ ഹോൾസ് വാട്ടർ? ഏട്ടാ, വാട്ട് ഈസ് ഫുൾ ഓഫ് ഹോൾസ് ബട്ട് സ്റ്റിൽ ഹോൾസ് വാട്ടർ? നിറച്ച് ഓട്ടകളാണ് എങ്കിലും വെള്ളം അതിനകത്ത് കൊള്ളും. അതെന്താ സാധനം? അരിപ്പയോ? അരിപ്പയിൽ വെള്ളം പിടിക്കാൻ പറ്റുമോ? ടാപ്പാ? പൈപ്പ് പൊട്ടിയതാണ് ഓട്ടയാണെന്നാണ് ഉദ്ദേശിച്ചത്. പോണ്ട്? നോ. സ്റ്റൊമക്? നോ. ഷവറിൽ എവിടെയാണോ വെള്ളം? യെസ്, കുറെ പേര് കറക്റ്റ് ആൻസർ പറഞ്ഞു. സർ മുകളിലേക്ക് പോയി. ഇതിന്റെ യെസ്. ഇവിടെയോ? യെസ്. വേദയും അൽസയും. അൽസ ആൻഡ് വേദ ആണ് കറക്റ്റ് ആൻസർ പറയുന്നത്. സ്പോഞ്ച് ആണ്. സ്പോഞ്ചിൽ നിറച്ച ഓട്ടകളായിരിക്കില്ലേ, പക്ഷെ വെള്ളം കുറെ കൊള്ളും അതിനകത്ത് കേട്ടാ. ഓട്ടകൾ, നിറയെ ഓട്ടകളാണെങ്കിലും വെള്ളം ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് സ്പോഞ്ച്. ഇനി നമുക്ക് നമ്മുടെ ഒരു ചോദ്യം ചെയ്താലോ? എങ്ങനെയുണ്ട്? ഒരെണ്ണം കൂടി വേണം. ഒന്നാമത്തെ കൂടി തരാം. Lucky's father has 4 sons. Lucky's father has 4 sons. Monday, Tuesday, Wednesday and നാലാമത്തെ കുട്ടി ആരാ? നാലാമത്തെ കുട്ടി ആരാ? തേഴ്സ്ഡേ. അപ്പൊ ഫ്രൈഡേ വിഷമാവില്ലടാ. അപ്പൊ സാറ്റർഡേ സൺഡേക്കോ? ഇവിടെ ആരാ? ഇവിടെ മെർലിനും അവിടെ ആദർശും. ലക്കിയാണ് നാലാമത്തെ ആള്. ലക്കിയുടെ ഫാദറിന്റെ കാര്യമില്ലേ പറഞ്ഞേ? ലക്കിയുടെ അച്ഛന് 4 കുട്ടികളുണ്ട്. മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും പിന്നെ ലക്കി. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഈ ചോദ്യം എഴുതിക്കോ. 3 liters of milk is used to fill in 8 bottles of the same size. How many liters does each bottle hold? 3 liters of milk is used to fill in 8 bottles of same size.
എന്താ പറഞ്ഞത്? 3 ലിറ്റർ പാലുണ്ട്, അത് 8 കുപ്പികളിനകത്താക്കി പകർത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിനകത്ത് എന്തോരം പാല് കൊള്ളും? ഇതുവരെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ചോദ്യം അല്ലേ? 3 ലിറ്റർ പാലുണ്ട്, 8 കുപ്പിനകത്ത് ആക്കണമെങ്കിൽ 3/8 ചെയ്യണം. മനസ്സിലായോ? 3/8 ചെയ്യണം. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാ? 3 ലിറ്റേഴ്സ്. ആകെ മൊത്തം നമ്മുടെ കയ്യിലുള്ള പാലിന്റെ അളവ് 3 ലിറ്റർ. ഇനി എത്ര ബോട്ടിൽസ് ഉണ്ട്? നമ്പർ ഓഫ് ബോട്ടിൽസ് 8. എത്ര ബോട്ടിൽസ് ഉണ്ട്? 8 ബോട്ടിൽ. ഹൗ മെനി ലിറ്റേഴ്സ് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? ഓരോ കുപ്പിയിലും എന്തോരം പാല് കൊള്ളും? അപ്പൊ എങ്ങനെ എഴുതാം? ഓരോ ബോട്ടിലിനകത്തുള്ള പാലിന്റെ അളവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? 3/8. ഇവിടെ വരെ നമ്മൾ ഇത്രയും നാള് ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഡിനോമിനേറ്ററിൽ 8 വന്നിട്ടുള്ളത് അല്ലെ? ഡിനോമിനേറ്ററിൽ 8 വന്നേക്കുന്നത്. അപ്പൊ 8 വരണമെങ്കിൽ നമുക്ക് ഇതിനെ 1000 100 ആക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ 8 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 125 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ 8 ആണെങ്കിൽ നമ്മൾ 125 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും താഴെയും ചെയ്യണം. 125 × 3 എന്താ? 5 × 3 15. അപ്പോൾ ഇവിടെ 5, മുകളിൽ 1. 3 × 2 6, 6 + 1 7. 3 × 1 3. അപ്പൊ 375. മുകളിൽ 375, താഴെ 1000. ഓക്കെ. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്ററിൽ 1000 ആയതുകൊണ്ട് 0.375. പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം. 0.375. ലിറ്റർ എഴുതണം കേട്ടോ. 0.375 ലിറ്റർ. ആദ്യം തന്നെ എന്ത് എഴുതി? നമ്മുടെ കയ്യിൽ ആകെ മൊത്തമുള്ള പാലിന്റെ അളവ് എഴുതി, അത് 3 ലിറ്റർ. എത്ര കുപ്പി ഉണ്ടെന്നുള്ളത് എഴുതി, അത് 8. ഇനി ഒരു കുപ്പിനകത്ത് കൊള്ളുന്ന പാലിന്റെ അളവ് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോട്ടിൽസ്. അപ്പൊ 3/8 ചെയ്തു. താഴെ 8 ആണെങ്കിൽ നമുക്ക് 125 വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ ന്യൂമറേറ്ററിൽ 375 ഡിനോമിനേറ്ററിൽ 1000 വന്നു. പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പറാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0.375. ഓക്കെ. യെസ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇത് കഴിഞ്ഞു എല്ലാവരുടെയും? ഓക്കെ. അടുത്ത ചോദ്യം. എ റിബൺ 14.5 centimeters long is cut into 2 equal pieces. What is the length of each piece in centimeters? ചോദ്യം എഴുതോ? ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താ? ഇനി എഴുതി തീരാത്തവര് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. ടെക്സ്റ്റിനകത്തുള്ള സെയിം ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ മതി. ഓക്കെ. എ റിബൺ 14.5 centimeters long. അതായത് നമ്മുടെ കയ്യിൽ ഒരു റിബൺ ഉണ്ട്. ആ റിബണിന്റെ മുഴുവൻ നീളം എന്താ? 14.5 മീറ്റർ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ആദ്യത്തെ സ്റ്റെപ്പ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ. റിബണിന്റെ മുഴുവനായിട്ടുള്ള നീളം അത് എത്രയാ? 14.5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ സെന്റിമീറ്റർ? ഇതിനെ 2 പീസായിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഓക്കെ. കട്ട് ഇൻ ടു 2 ഈക്വൽ പീസസ്. 2 തുല്യ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി വേണം. നമ്പർ ഓഫ് പീസസ്.
എത്ര പീസസ് ആയിട്ട് കട്ട് ചെയ്യാം? 2 എണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പീസിന്റെ നീളം എത്രയായിരിക്കും? സെയിം ചോദ്യം അല്ലേ? അപ്പോ ലെങ്ത് ഓഫ് 1 പീസ്, ഒരു പീസിന്റെ നീളം അറിയാൻ എന്താ ചെയ്യാ? മൊത്തം 14.5 ആണ്. അതിന് എത്ര പീസായിട്ട് കട്ട് ചെയ്യേണ്ട? 2 എണ്ണം. അപ്പൊ 14.5/2. ഇനി നോക്കിയേ, താഴെ 2 ആണ് വന്നേക്കുന്നുണ്ടെങ്കിൽ അതിനെ 10 ആക്കാനായിട്ട് എന്താ ചെയ്യാ? നമ്മള് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. മുകളിലും താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 14.5നെ 5 വെച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ? ആ പോയിന്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? ഇങ്ങനെ ചെയ്യാനല്ലേ നമ്മൾ പഠിച്ചത്? പോയിന്റ് ഉള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് മാറ്റിയിട്ട് 14.5നെ നമുക്ക് 145 × 5 ചെയ്തു. അപ്പോൾ ഇവിടെ 5 മുകളില് 5 × 5 25 അല്ലേ? അപ്പൊ അതിന്റെ 5 ഇവിടെ എഴുതി, 2 മുകളിൽ എഴുതി. 5 × 4 20, 20 + 2 22, അതിന്റെ 2 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി. 5 × 1 5, 5 + 2 7, 725. എന്നിട്ട് ഈ മാറ്റി വെച്ച പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആണുള്ളത്. അപ്പൊ ഉത്തരത്തിലും നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് വേണ്ടത്, 72.5. ഇനി താഴെ 10 വന്നു, 72.5/10 വന്നു കേട്ടാ. പക്ഷേ താഴെ 10 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയണേ? ഈ പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റിനെ ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ 10 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യണം. അപ്പൊ 7.25 സെന്റിമീറ്റർ. ഇതാണ് ഉത്തരം കേട്ടോ. എന്തുണ്ടായത്? നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14.5 ആണ്, /2 ആണ് ചെയ്യുന്നത്. ഇവിടെ 2 ആയതുകൊണ്ട് താഴെയും മുകളിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് മാറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഉത്തരം കിട്ടി കഴിയുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. കണ്ട, അങ്ങനെയാണ് നമുക്ക് 72.5 മുകളിൽ വന്നത്. പിന്നെ 2 × 5 10, അത് താഴെയും എഴുതി. ഇനി എന്ത് ചെയ്യാ? ഈ പോയിന്റിനെ ഇടത്തോട്ട് ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യണം, താഴെ 10 ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയത് 7.25 എന്നാണ് കേട്ടോ. എഴുതി കഴിഞ്ഞോ? ഫൺ ക്വസ്റ്റ്യൻ വേണോ? തരാലോ. മിസ് കുറച്ച് ലോഗോസ് കാണിക്കാം, അത് എന്തിന്റെ ലോഗോ ആണെന്ന് ഗസ് ചെയ്യണം. ഗസ് ചെയ്യോ? ഓക്കെ, ഗൂഗിൾ ചെയ്യാനൊന്നും പാടില്ല കേട്ടാ. ലേനാ, ഫസ്റ്റ് വൺ ഇത് ഏതിന്റെ? അതറിയാലോ, നേരത്തെ കണ്ടിട്ടുണ്ടാവും. യെസ്, കുറേ പേര് ആൻസർ പറയുന്നത് ഗൂഗിൾ ആണ് അല്ലേ? ഗൂഗിൾ, ഗൂഗിളിന്റെ ലോഗോ ആണ്. ഓക്കെ, ക്രോം ഒന്നല്ല, ഗൂഗിൾ. അടുത്തത് ഇത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങ് അയക്കാൻ. സ്നാപ്ചാറ്റിന്റെ ലോഗോ ആണ്. നിങ്ങളൊക്കെ സ്നാപ്ചാറ്റിൽ ഉണ്ടോ? എന്താ തലാട്ടം? അതിനകത്തൊക്കെ കയറി ഇരുന്നോട്ടെ പഠിക്കാണ്ട്. ഞാനില്ല സ്നാപ്ചാറ്റിലൊന്നും. സാറുണ്ടോ സ്നാപ്ചാറ്റില്? ഉണ്ടത്രേ. യെസ്. അടുത്തത് ഏതിന്റെയാ പറഞ്ഞേ? ഇത് ഏതിന്റെയാ? ചാറ്റ് GPT ആണോ വയ്യ? ഇത് അത് കണ്ടറിയാലേ? വേസ്റ്റ് ആപ്പിൾ എന്ന്. കടിച്ച ആപ്പിൾ അല്ലേ? ഇതേതിന്റെ? ആപ്പിൾ, ഐഫോണാ. ആപ്പിൾ ആണ് ബ്രാൻഡ് കേട്ടാ. ആപ്പിൾ ബ്രാൻഡിന്റെ ലോഗോ ആണ് ഇത്. ഓക്കെ, അടുത്തത് ഏതിന്റെയാ? അടുത്തതില്ല.
ഓക്കെ പറ്റിച്ചേ. അപ്പൊ ഈ 3 ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ദിവസം ഗെയിമുകളൊക്കെ ആയിട്ട് വരാം കേട്ടാ. ഇനി കഴിഞ്ഞിട്ടില്ല പോണ്ടാരും, ക്ലാസ് കഴിഞ്ഞൊന്നല്ല. ഈടെ വിളിച്ചു നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തേ നേരാ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 meters? ചോദ്യം എഴുതോ. യെസ് 90+ തംസ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല നമ്മുടെ ക്ലാസ് ഇനി നമ്മൾ ഇനി അടിച്ചു പൊളിക്കും. നാളെ ഫണ്ടൊക്കെ ആയിട്ട് മിസ് വരാം കേട്ടാ. നാളെ മിസ്സിന്റെ ക്ലാസ് ഉണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഓഫർ ആണ്. ലൈഫ് ലോങ് അല്ല, ഒരു വർഷത്തേക്കുള്ള ഓഫർ തരാം. എന്ത്, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ഫണ്ണും തമാശയും ഗെയിംസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാക്കിയാലോ ഇനി നമ്മുടെ ക്ലാസ്. പക്ഷേ ഞാൻ അടിച്ചു പൊളിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടാ. അവിടെ ഇവിടെ നോക്കിയിരിക്കണേ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുവേ. അപ്പൊ നല്ല മക്കളായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനുണ്ടാവൂടാ മക്കളെ നിങ്ങളുടെ കൂടെ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എഴുതിയേ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 centimeter 5 meter എന്ന് വെച്ചാല് ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 20.5 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ 20.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനായിട്ടാ. അപ്പൊ പെരിമീറ്ററിന്റെ ഫോർമുല എന്താ അറിയോ? ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല അറിയോ എന്ന് ചോദിക്കുന്നതിന് ഒരു അർത്ഥവും ഇല്ല. പല പ്രാവശ്യം നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാ. 4 into സൈഡ് ആണ് പെരിമീറ്റർ. 4 into സൈഡ്. ഓക്കെ, 4 into സൈഡ് ആണ് പെരിമീറ്റർ. ഇനി നമുക്ക് സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ പെരിമീറ്റർ തന്നിട്ടുണ്ട്, സൈഡാണ് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ 4 വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ 20.5 ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം? താഴെ 4 ആണ്. 4ന് നമുക്ക് 100 ആക്കാൻ എന്ത് ചെയ്യാം? 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ? മുകളിലും 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും 25 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും 25 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം? താഴെ എന്തായാലും 100 ആണ് അല്ലേ? 25 into 4 100. 25 into 4 100. മുകളിലോ നമുക്ക് പോയിന്റ് മാറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 205 25. പോയിന്റ് മാറ്റി കഴിയുമ്പോൾ 205 താഴെ ഈ 25 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 5 into 5 25. അതിന്റെ 5 ഇവിടെ, 2 മുകളില്. 5 into 0 0 0 plus 2 2 തന്നെ. 5 into 2 10. അപ്പൊ 1025 കൂടി. ഇനി ഈ 2 വെച്ചിട്ട് ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 മുകളിൽ 1. 2 into 0 0 plus 1 1. പേര് വിളിക്കുന്ന കുട്ടികളുടെ പേര് 2 into 2 4. 5 2 1 5. ഇതാണ് നമുക്ക് ആൻസർ വന്നത് 5125. ഇതിന് 100. ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആണുള്ളത് അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആണുള്ളത്. അപ്പൊ ഉത്തരത്തിനകത്തും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ഇനി വേണം നമുക്ക് ഈ 2 പൂജ്യങ്ങൾ അപ്ലൈ ചെയ്യാൻ. താഴെ 2 പൂജ്യം ആയതുകൊണ്ട് ഈ പോയിന്റ് 2 പ്രാവശ്യം ഇടത്തോട്ട് ജമ്പ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 5.125 സെന്റിമീറ്റർ മീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടാ. ഇത് എഴുതിയെടുത്തോ. മിസ് പേര് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പേര് പറഞ്ഞേ. മിൻസ് ഓഫ് മുഹമ്മദ്. ഹാൻഡ് റൈസ് ചെയ്തോട്ടാ, അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കും ഞാൻ. മിൻസ് ഓഫ് മുഹമ്മദ്, ഷോൺ ചാൻ, ബേസിൽ, കെയിൻ, ആദിൽ ഹമീം, ഫ്രിദ മറിയം, മുഹമ്മദ് റബ, ദക്ഷിണ. ഇത്രയും പേര് ഹാൻഡ് റൈസ് ചെയ്ത വേഗം. ബാക്കി എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടാ. അതും പിൻ ചെയ്തല്ലോ സർ. മീൻസ് ഓഫ് മുഹമ്മദ്,
ഒന്ന് മ്യൂട്ട് ആക്കി. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും ലീവ് ചെയ്തോളൂ. മിസ് ഇപ്പൊ പേര് വിളിച്ചവര് മാത്രം സ്റ്റേ ബാക്ക് ചെയ്യാം, ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റ ബൈ, സി യു, ബൈ. യെസ്, അപ്പൊ ബാക്കി എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടാ. ഈ പേര് വിളിച്ചവര് മാത്രം സ്റ്റേ ബാക്ക് ചെയ്യാം. 1 മിനിറ്റ്, മിസ് ഇപ്പൊ വരാം, ബാക്കി എല്ലാവരും ലീവ് ചെയ്തോളൂ. ടാറ്റ ബൈ.